ഹായ് ബ്ലൂ ആർമി. ഞാൻ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയ പോലെ ബാക്കി ഞെട്ടാൻ റെഡിയാണോ എല്ലാവരും? ഈ എപ്പിസോഡ് കുറച്ച് സീരിയസ് ആണ് കേട്ടോ. ഹാനയുടെ ആവശ്യം കേട്ട് നമ്മളെപ്പോലെ തന്നെ ക്യാരറ്റും ഞെട്ടിയിരിക്കുന്നിടത്താണല്ലോ എപ്പിസോഡ് 3 അവസാനിച്ചത്. ഹാന ഇങ്ങനെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ള കാരണം അവൾ ക്യാരറ്റിനോട് പറയുന്നുണ്ട്. ഹാനയെ സ്കൂൾ ടൈമിൽ ഒരാൾ സെക്ഷലി അബ്യൂസ് ചെയ്തിരുന്നു. ആ ദിവസം നടന്ന പാർട്ടിയിൽ വെച്ച് ഡ്രിങ്ക്സ് എന്തോ കലർത്തിയിട്ടാണ് അത് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഹാന പബ്ലിക്കിൽ ഇപ്പോൾ ഡ്രിങ്ക് ചെയ്യാൻ പേടിക്കുന്നത്. ഇത് പറയുമ്പോൾ ക്യാരറ്റ് ശരിക്കും ഞെട്ടി. ഹാന അവനോട് കൂളാവാൻ പറഞ്ഞു. അതിനുശേഷം ഹാന തെറാപ്പീസ് അറ്റൻഡ് ചെയ്ത് അവളിപ്പോൾ ടോട്ടലി ഓക്കെ ആയിരുന്നു. ഹാനയ്ക്ക് സംഭവിച്ചത് അവളെ ഒരിക്കലും ഡിഫൈൻ ചെയ്യില്ല എന്ന സത്യം അവൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ ഇതൊരു വലിയ കാര്യമായി കണ്ട് അവളോട് സഹതാപം കാണിക്കുന്നതിൽ ഹാനയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഓവർകം ചെയ്യാൻ ഹാനയ്ക്ക് പറ്റിയെങ്കിലും ഒരു ലെവൽ വിട്ട് ആരോടെങ്കിലും ഫിസിക്കലി ഇന്റിമേറ്റ് ആവാൻ ഹാനയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ദിവസത്തെ ഓർമ്മകൾ ഹാനയെ ട്രിഗർ ചെയ്യും. ഇപ്പൊ ജസ്റ്റിനുമായിട്ട് കാര്യങ്ങൾ നന്നായി പ്രോഗ്രസ് ചെയ്യുകയാണല്ലോ. പക്ഷേ ഇക്കാര്യം ഹാനയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ജസ്റ്റിന്റെ മെസ്സേജ് ഫ്രണ്ട്സ് വീട്ടിലില്ലാത്തപ്പോ സോങ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞത് സോങ് പ്രാക്ടീസ് മാത്രമല്ല ഉദ്ദേശിക്കണമെന്ന് ഹാനയ്ക്കും അറിയാം. പക്ഷെ അവിടെ വെച്ച് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമെന്ന് ഹാനയ്ക്ക് പേടിയായിരുന്നു. അതിനു മുന്നേ ഹാനയ്ക്കൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാനാണ് ക്യാരറ്റിനോട് ഇങ്ങനൊരു ഹെൽപ്പ് ചോദിച്ചത്. ആലിക്ക് പോലും ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. കാര്യങ്ങളുടെ സീരിയസ്നെസ് ക്യാരറ്റിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഹാനയ്ക്ക് അത് വലിയൊരു റിലീഫായിരുന്നു. അന്ന് നൈറ്റ് അവര് ട്രൈ ചെയ്യാമെന്ന് ഫിക്സ് ചെയ്തു. ആലി ഷോണിനോട് ബ്രേക്കപ്പ് ആവണമെന്ന് പറഞ്ഞു. അവൻ അത് ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കണില്ല. 2 ദിവസം കഴിഞ്ഞാൽ നീ തന്നെ വീണ്ടും പുറകെ വരും, പിന്നെ എന്തിനാ വെറുതെ ആ ടൈം കളയണേന്നാണ് അവൻ പറയണേ. പക്ഷെ ഇത് അങ്ങനെയല്ല. മുന്നേ അവള് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും സോറി പറഞ്ഞ് ആലി ഇത് എൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അവളുടെ ഡയറക്ഷൻ അവള് സ്വന്തമായിട്ട് ചൂസ് ചെയ്യുമെന്നും ആലി പറഞ്ഞു. ഗാരറ്റ് ഹാന പറഞ്ഞതിനെ കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. അവന് ജിമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ആ സമയത്ത് ഡീൻ അവിടെ ഉണ്ടായിരുന്നു. ഗാരറ്റ് അവനോട് അഡ്വൈസ് ചോദിക്കാൻ തീരുമാനിച്ചു. സ്ത്രീ വിഷയത്തിൽ ഡീനെ കഴിഞ്ഞല്ലേ വേറെ ആളുള്ളൂ. ഗാരറ്റ് കൂടുതലൊന്നും പറഞ്ഞില്ല. ഹാനയ്ക്ക് വേണ്ടി അല്ലാന്നും പറഞ്ഞു. ജസ്റ്റ് ഒരു ഗേൾ ഒരു കാര്യം ചെയ്തു തരാൻ പറഞ്ഞു. അത് അവൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാരറ്റിന് പെർഫോമൻസ് ആങ്സൈറ്റി ആയിരുന്നു. എന്താ കാര്യം എന്നൊക്കെ ഡീനിന് മനസ്സിലായി. ഇത് സക്സസ് ആവാൻ ഡീൻ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ട്രസ്റ്റ് ആണ്. അവള് കംപ്ലീറ്റ്ലി സേഫ് ആയി ഫീൽ ചെയ്താൽ എല്ലാം ഓക്കെ ആയിരിക്കും. അവള് നിന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചത് തന്നെ അത്രയും നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നോണ്ടാണ് എന്നും ഡീൻ പറഞ്ഞു. ഡീൻ വിചാരിച്ച പോലെ അല്ല, നല്ല സെൻസിബിൾ ആണ്. ഗാരറ്റിന് കുറച്ച് ആശ്വാസമായി. അന്ന് കോളേജിൽ വെച്ച് ഹാന ജസ്റ്റിനെ കണ്ടിരുന്നു. മ്യൂസിക്കിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഹാനയുടെ മ്യൂസിക് ടീച്ചറിന് സോങ് ഓൾമോസ്റ്റ് ഇഷ്ടമായി. ഇനി ആളുടെ കുറച്ച് കറക്ഷൻസ് കൂടെ ചെയ്താൽ സെറ്റ് ആവുമെന്ന് ഹാന പറഞ്ഞു. ജസ്റ്റിൻ നേരത്തെ അയച്ച മെസ്സേജിന് ഹാന റിപ്ലൈ ഒന്നും കൊടുത്തില്ലായിരുന്നു. കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനുണ്ട്, എന്നിട്ട് മീറ്റ് ചെയ്യാമെന്ന് ഹാന പറഞ്ഞു. ജസ്റ്റിനും ഹാനയുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഹാന ഗാരറ്റിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു ബോഡിക്കോൺ ഡ്രസ് ആയിരുന്നു അവൾ ഇട്ടിരുന്നത്. വേറെ എന്തെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇടണോന്ന് ചോദിച്ച് ഗാരറ്റ് അവന്റെ ടീഷർട്ട് എടുത്തു കൊടുത്തു. എന്നിട്ട് ഹാനയ്ക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവൻ തിരിഞ്ഞു നിന്നു. അവരിനി ചെയ്യാൻ പോണത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ലായിരുന്നു. ബട്ട് ഹി റെസ്പെക്ട്സ് ഹർ. അത് നല്ലൊരു ജെസ്റ്റർ ആയിരുന്നു. സിറ്റുവേഷൻ നല്ല ഓക്വേർഡ് ആയിരുന്നു. മൂഡൊന്ന് സെറ്റ് ചെയ്യാൻ ഒരു സോങ് പ്ലേ ചെയ്ത് രണ്ടാളും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രണ്ടാളും കംഫർട്ടബിൾ ആയി. അവർ ഇന്റിമേറ്റ് ആവാൻ തുടങ്ങിയപ്പോ ഹാന ഓക്കെ അല്ല എന്ന് ഗാരറ്റ് മനസ്സിലായി. ഇല്ല, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാമെന്ന് ഹാന പറഞ്ഞെങ്കിലും ഇനി ഫോഴ്സ് ചെയ്യേണ്ട, സ്ലോ ഡൗൺ ചെയ്യാമെന്ന് ഗാരറ്റ് പറഞ്ഞു. ഇപ്പോഴും അവൾക്ക് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്തതിന്റെ ഡിസപ്പോയിന്റ്മെന്റിലായിരുന്നു ഹാന. ഇതൊരുപാട് വൾണറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് എന്റെ അടുത്ത് കംഫർട്ടബിൾ ആവാൻ ടൈം എടുക്കണതാവും. അത് നോർമൽ ആണെന്ന് പറഞ്ഞ് ഗാരറ്റ് ഹാനയെ സമാധാനിപ്പിച്ചു. ഇങ്ങനെ ശരിയാവണില്ലെങ്കിൽ സെൽഫായി സ്റ്റിമുലേറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഗാരറ്റ് ചോദിച്ചു. ആൻഡ് അത് സക്സസ്ഫുൾ ആയി. പിന്നെ അവര് കിച്ചണിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഹാന ഗാരറ്റിന്റെ മ്യൂസിക് ടേസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഗാരറ്റിന്റെ അമ്മ അവന് എല്ലാ ടൈപ്പ് പാട്ടുകളും കേൾപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരുപാട് സോങ്സ് അവൻ അറിയണേ. അച്ഛനുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ഗാരറ്റിനെ സമാധാനിപ്പിക്കാൻ അമ്മ മ്യൂസിക് പ്ലേ ചെയ്യായിരുന്നു. ആ മ്യൂസിക് കേൾക്കുമ്പോൾ അവൻ എന്താ ഫീൽ ചെയ്യണെന്ന് ഹാന ക്യൂരിയോസിറ്റി കാരണം ചോദിച്ചിരുന്നു. ഹാനയുടെ മ്യൂസിക് ടീച്ചർ അവളോട് പറഞ്ഞിരുന്നു, അവൾ ആ മ്യൂസിക് ഉണ്ടാക്കുമ്പോൾ അവൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അതായിരിക്കണം അവളുടെ ഓഡിയൻസിന് കണക്ട് ആവേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഹാന അത് ചോദിക്കുന്നത് അവനോട്. അവനപ്പോൾ പറയുന്നുണ്ട് അവൻ ഒരുപാട് ബോൾഡ് ആയിട്ടാണ് ആ സോങ് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യണേന്ന്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാരറ്റിന് കുറെ മെസ്സേജസ് വന്നു. ഏതൊക്കെയോ പെമ്പിള്ളേര് കൊഞ്ചാൻ വരുന്നതാണ്. ആ മൊമെന്റ് അങ്ങോട്ട് ഇല്ലാണ്ടായി. ഹാന പിന്നെ നിന്നില്ല. അവള് വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിലെത്തി ആലിയുടെയും ഹാനയുടെയും ഒരു ഗേൾസ് ടോക്ക് ആയിരുന്നു.
ആലിയുടെ ബ്രേക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഹാനയും ആദ്യം അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. യൂഷ്വൽ പോലെ ആവും എന്നാണ് അവളും വിചാരിച്ചേ. പക്ഷെ ദിസ് ടൈം ഫൈനൽ ആയിരിക്കണം എന്ന് ഫുൾ കോൺഫിഡൻസിലായിരുന്നു ആലി. പക്ഷെ അപ്പോഴും പാവം ഷോന്റെ ടീഷർട്ടായിരുന്നു ഇട്ടിരുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും പറഞ്ഞു ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനാണ് ആലി പറയുന്നത്. അപ്പോഴാണ് ജസ്റ്റിന്റെ മെസ്സേജ്. ഓ, അപ്പോ ഇപ്പോഴും നിനക്ക് ജസ്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ആലി ചോദിച്ചു. ആലി വിചാരിച്ചിരുന്നത് ഹാനയ്ക്ക് ഇപ്പൊ ഗാരറ്റിനോട് സംതിങ് അങ്ങനെയാണ്. ഏയ്, ഗാരറ്റും ഞാനും കമ്പനി ആയത് തന്നെ ജസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നില്ലേ? പിന്നെ ഗാരറ്റ് എന്റെ ടൈപ്പ് ഒന്നുമല്ല. അവനോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആയിരിക്കും ആരെങ്കിലും അവനോട് സെക്സ്റ്റിംഗ് ആയിട്ട് വരുന്നേ. എല്ലാം നമ്മുടെ പ്ലാൻ ആയിരുന്നു ആൻഡ് അത് വർക്കായി, അത്രേ ഉള്ളൂ എന്ന് ഹാന പറഞ്ഞു. ഹാന അങ്ങനെ ഇടയ്ക്ക് വെച്ച് പോയി. അങ്ങനെ ഒരു എൻഡിങ് ആയത് ഗാരറ്റിന് ആകെ എന്തോ പോലെ ആയി. പ്രാക്ടീസ് ടൈമിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു ടീംമേറ്റ് പറഞ്ഞു, ഇതിൽ കൂടുതലൊന്നുമില്ല, നിനക്ക് അവളെ ഇഷ്ടമാണ്, അതൊന്ന് പോയി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂന്ന്. അത് ഗാരറ്റിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അന്ന് നടക്കുന്ന ഒരു ഡ്രാമയ്ക്ക് ഹാന പോണുണ്ടായിരുന്നു. അവിടെ വെച്ച് പറയാൻ ഗാരറ്റ് തീരുമാനിച്ചു. ഇക്കാര്യങ്ങളൊക്കെ കേട്ട് ലോഗൻ ആകെ മെസ്ഡ് ആയിരുന്നു. ജൂൾസിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ കാറിന്റെ ഡോറൊക്കെ തല്ലി പൊളിച്ചാണ് അടയ്ക്കണേ. എന്താ സംഭവം എന്ന് ജൂൾസ് ചോദിക്കുമ്പോ ആ ഗാരറ്റ് പ്രാക്ടീസിന്റെ ഇടയ്ക്ക് ഹാനനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാസസ് ഒക്കെ മിസ് ചെയ്തു എന്ന് ലോഗൻ പറഞ്ഞു. ലോഗന് ഹാനയോട് ക്രഷ് ഉണ്ടെന്ന് പല പ്രാവശ്യം അവന്റെ ബിഹേവിയർ കണ്ടിട്ട് ജൂൾസിന് മനസ്സിലായിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് കളയാൻ നിനക്ക് സമയമില്ല എന്ന് നീ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഡിസ്ട്രാക്റ്റഡ് ആയി നാഷണൽ സെലക്ഷൻസ് എങ്ങാനും മിസ്സായ മോൻ ആ ഗാരേജിൽ തന്നെ കിടക്കേണ്ട വരുന്നും ജൂൾസ് അവനെ ഓർമ്മിപ്പിച്ചു. അത് അവന് ശരിക്കും ഒരു ഐ ഓപ്പണർ ആയിരുന്നു. ഡ്രാമയിൽ ആലിയും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഷോൺ ഇല്ലാണ്ട് കോളേജിൽ ഒരു ഷോ ആലി ചെയ്യണത്. അതിന്റെ നെർവസ്നെസ്സിലായിരുന്നു ആലി. അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ കാമാക്കാറുണ്ടായിരുന്നു. ഹാനനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഗാരറ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്ത് പോകുമ്പോഴേക്കും ജസ്റ്റിൻ വന്ന് രണ്ടാളും ഹഗ് ചെയ്തു. എന്നിട്ട് അവര് സംസാരിക്കായിരുന്നു. എന്നാലും ഗാരറ്റ് അവരുടെ അടുത്തോട്ട് പോയി. നീയും ഡ്രാമയുടെ ഫാൻ ആണോന്ന് ജസ്റ്റിനോട് ഗാരറ്റ് ചോദിച്ചു. ഹാന വരുന്നുണ്ടെന്ന് പറഞ്ഞു, സോ ഞാനും വരാന്ന് വിചാരിച്ചു എന്ന് ജസ്റ്റിൻ പറഞ്ഞു. ഷോ തുടങ്ങാറായപ്പോ ഹാനയും ജസ്റ്റിനും ഒരുമിച്ചാണ് ഇരുന്നത്. പാവം ഗാരറ്റ് വല്ലാത്തൊരവസ്ഥയായി പോയി. ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് അറിയുന്നത് അവിടെ 4 ലവേഴ്സ് ആയിട്ട് അഭിനയിക്കാനുള്ളവര് ചില സാങ്കേതിക തകരാറുകൾ കാരണം വന്നിട്ടില്ലായിരുന്നു. സോ ഓഡിയൻസിൽ നിന്ന് ആളെ ചൂസ് ചെയ്യായിരുന്നു. ജസ്റ്റിനും ഹാനയും ഒരുമിച്ചിരിക്കുന്നോണ്ട് ആദ്യമേ അവരെ പൊക്കി. ഡീൻ ഗാരറ്റിന്റെ പേര് വിളിച്ചു പറഞ്ഞ് അവനെയും സ്റ്റേജിൽ കയറ്റി. ഇനി ഗാരറ്റിന്റെ ക്യാരക്ടറിനോട് പ്രാന്ത് പിടിച്ച പ്രേമമുള്ള ഒരു ക്യാരക്ടറാണ്, അതിനും കൂടെ ആള് വേണം. കെൻഡല് നേരെ സ്റ്റേജിൽ കയറിയപ്പോ ഹാന കെൻഡലിനെ പരിചയപ്പെടാൻ നിന്നു. പക്ഷെ കെൻഡലിന് അവളെ കണ്ണെടുത്താ കണ്ടൂടല്ലോ. അവള് നല്ല റൂഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. ഓ, ഗാരറ്റിനെ ലോക്ക് ചെയ്ത നിന്നെ എല്ലാവർക്കും ഇവിടെ അറിയാന്ന് അവള് പറഞ്ഞു. ഞങ്ങള് ലോക്ക്ഡ് ഒന്നുമല്ല, അവന് ഇഷ്ടമുള്ള ആരെയും അൺലോക്ക് ചെയ്യാമെന്ന് ഹാനയും പറഞ്ഞു. ഇതൊക്കെ ഗാരറ്റും ജസ്റ്റിനും കേൾക്കുന്നുണ്ടായിരുന്നു. ഡ്രാമയുടെ കഥ എങ്ങനെയായിരുന്നു? ഹാനയും ജസ്റ്റിനും ലവേഴ്സ് ആണ്. പക്ഷെ ഹാനയുടെ അച്ഛന് അവളെ ഗാരറ്റിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അപ്പൊ ഹാന പറയേണ്ട ഡയലോഗ്, ഇല്ല അച്ഛാ, പക്ഷെ എനിക്ക് ജസ്റ്റിനെയാണ് ഇഷ്ടം എന്നാണ്. പിന്നെ അവരുടെ ഒരു ഡാൻസ്. ഗാരറ്റിനെല്ലാം കൂടെ സന്തോഷായി. കുറച്ചു നേരത്തേക്ക് ഗാരറ്റിനും കെൻഡലിനും വലിയ റോൾ ഇല്ലാത്തതുകൊണ്ട് അവരെ ബാക്ക് സ്റ്റേജിലോട്ട് വിട്ടു. അവിടെ പോയിട്ടും ഗാരറ്റിനൊരു സമാധാനം ഇല്ലായിരുന്നു. അപ്പോഴാണ് കെൻഡലിന്റെ വക വേറെ. എന്തൊക്കെയായിരുന്നു എന്റെ ലൈഫിൽ, പ്രാക്ടീസ് ക്ലാസ് മാത്രമേ ഉള്ളൂ, അതിന്റെ ഇടയ്ക്ക് അവന് ഗേൾ ഫ്രണ്ട് പറ്റില്ല, ഇപ്പൊ എന്തായിന്ന് കെൻഡല്. നീ അവളോട് അത്ര റൂഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നല്ല എന്ന് ഗാരറ്റ് പറഞ്ഞു. ആവാത്തന്റെ നല്ല വിഷമമുണ്ടല്ലേ എന്ന് കെൻഡലും. ഞാനും ഇതുപോലെ തന്നെയാ കുറെ കാലം നിന്റെ പുറകെ നടന്നേ. പക്ഷെ ഇപ്പൊ ഗാരറ്റിന് ആ വിഷമം നന്നായി അറിയാം. നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മളെ തിരിച്ച് സ്നേഹിക്കാതിരിക്കുമ്പോൾ അത് ഇത്രയും ടഫാണെന്ന് മുന്നേ അറിയുമായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് അങ്ങനെ ഒന്നും ബിഹേവ് ചെയ്യില്ലായിരുന്നു. മനസ്സ് തുറന്ന് അവൻ കെൻഡലിനോട് അപ്പോളജൈസ് ചെയ്തു. അവൻ സിൻസിയർ ആണെന്ന് മനസ്സിലായതുകൊണ്ട് കെൻഡൽ അത് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആൽക്കഹോൾ എടുത്ത് രണ്ടാളും കഴിക്കാൻ തുടങ്ങി. അതേസമയം സ്റ്റേജിൽ ആലി പെർഫോം ചെയ്യായിരുന്നു. എല്ലാം നന്നായി പോവായിരുന്നു. പെട്ടെന്ന് അവൾക്ക് ഷോണിന് ഓർമ്മ വന്നു. ഡ്രാമയിലെ ഡയലോഗ്സ് ഒക്കെ വിട്ട് അവൾ എന്തോ പിച്ചും പേയൊക്കെ പറയാൻ തുടങ്ങി. ഇവളിത് എന്തൊക്കെയാ പറയണെന്ന് ആർക്കൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഒറിജിനൽ ലൈൻസ് അല്ലാന്ന് ഒപ്പമുള്ള കോ ആക്ടറിന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. കാര്യം പിടികെട്ടിയ ഡീൻ വേഗം ക്ലാപ്പ് ചെയ്ത് ആ സിറ്റുവേഷനിൽ ആലിനെ സേവ് ചെയ്തു. ഡ്രാമയുടെ നെക്സ്റ്റ് സെക്ഷനിൽ ഗാരറ്റിനെ കൊണ്ട് കെൻഡലിനെ ഇംപ്രസ് ചെയ്യാൻ ഡാൻസ് ചെയ്യിപ്പിച്ചു. കുറച്ച് കഴിച്ചിട്ടുണ്ടായോണ്ട് അവനും നല്ല എൻജോയ് ചെയ്താണ് ആ ഡാൻസ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ജസ്റ്റിൻ ഹാനയോട് നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്നൊന്ന് സൂചിപ്പിച്ചു. ഇത്ര നാളും അവൻ വിചാരിച്ചത് ഗാരറ്റും ഹാനയും സീരിയസ് ആണെന്നാണ്. ബട്ട് അങ്ങനെ അല്ലാല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അല്ലാന്ന് ഹാന പറഞ്ഞു.
പക്ഷെ അപ്പോഴും അവളുടെ കണ്ണുകൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഡ്രാമ കഴിഞ്ഞപ്പോൾ ഹാന ഗാരറ്റിനോട് ജസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. നല്ല വിഷമമുണ്ടെങ്കിലും ഒന്നും പുറത്ത് കാണിക്കാണ്ട് യാ യു ഡിഡ് ഇറ്റ്, കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞു അവൻ. ബട്ട് ഹാനയുടെ മുഖത്ത് എന്തോ അവൻ വേറെ എന്തെങ്കിലും പറയണമെന്ന് അവൾ ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. സോ അവരുടെ ഡീൽ അവസാനിച്ചു. ഗാരറ്റ് സബ്ജക്റ്റ് ക്ലിയർ ആയി, ഹാനയ്ക്ക് ജസ്റ്റിന്റെ കാര്യം സെറ്റായി. സോ ദ എൻഡ് എന്നുള്ള രീതിയിൽ ആ കോൺവെർസേഷൻ അവസാനിച്ചു. ഗാരറ്റ് നേരെ ഗ്രൗണ്ടിലോട്ട് പോയി. അവിടെ ലോഗൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. കാര്യങ്ങൾ എന്തായെന്ന് ലോഗൻ ചോദിക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല, ഹാന ജസ്റ്റ് ഒരു ഡിസ്ട്രാക്ഷൻ മാത്രമായിരുന്നു എന്ന രീതിയിലാണ് ഗാരറ്റ് സംസാരിക്കുന്നത്. ജസ്റ്റിനും ഹാനയും ഒരു ക്ലബിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ അത് വർക്കൗട്ട് ആവണുണ്ടായിരുന്നില്ല. ഒരു പാട്ടിനെ കുറിച്ച് ജസ്റ്റിന് ഒരുപാട് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഹാന ചോദിച്ചു അവൻ അതെന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ. പക്ഷെ അവൻ പറയുന്നത് ഒരു ഇമോഷണൽ ആസ്പെക്റ്റിൽ നിന്നായിരുന്നില്ല, കൂടുതൽ ടെക്നിക്കാലിറ്റീസ് ആയിരുന്നു ജസ്റ്റിൻ പറയുന്നത്. അവൾക്ക് എന്തോ ഒരു കണക്ട് ഫീൽ ചെയ്യാത്ത പോലെ തോന്നി. ഹാന നേരെ ഗാരറ്റിന്റെ വീട്ടിലോട്ട് പോയി. അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ഹാന പാട്ട് പാടുന്ന സൗണ്ട് ഗാരറ്റ് കേട്ടു. അവൾക്ക് പറയാനുള്ളതെല്ലാം ആ പാട്ടിലുണ്ടായിരുന്നു. ഗാരറ്റ് അങ്ങോട്ട് ഓടിച്ചെന്ന് അവർ രണ്ടുപേരും കാണുന്നിടത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി ബാക്കി എന്താവും എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഫൺ എലമെന്റ്സിനേക്കാളും കുറച്ചുകൂടി സീരിയസ് ടോണിലുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു ഇന്നത്തെ. സോ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയണേ. പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.